മോഷൻ സ്കെച്ചിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോട്ടോഷോപ്പിൽ ഒരു വ്യക്തിയുടെ ഫേസ് എങ്ങനെ റീടച്ച് ചെയ്യാമെന്നതിനെ കുറിച്ചാണ്. അതിനുമുമ്പായി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്ത് കിടക്കുന്ന ബെൽ ഐക്കൺ ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഫേസ് റീടച്ച് ചെയ്യുന്നതിനായി ആദ്യം ഫേസ് മാത്രം സെലക്ട് ചെയ്യേണ്ടതുണ്ട്. അതിനായി ലാസോ ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഫേസ് മാത്രം ഒന്ന് സെലക്ട് ചെയ്യുക. ഫോൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഓവറായി സെലക്ട് ചെയ്ത ഭാഗങ്ങളെല്ലാം ഡീസെലക്ട് ചെയ്യാവുന്നതാണ്. ഫേസ് പൂർണ്ണമായി സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ശേഷം അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിൽ പോയി കർവ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഫോട്ടോയുടെ ബ്രൈറ്റ്നസ് കൂട്ടാവുന്നതാണ്. ഓരോ ഇമേജിനും ഓരോ കർവ് ലെവലായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഫോട്ടോയ്ക്ക് അനുസരിച്ച് കർവ് സെലക്ട് ചെയ്യുക. കർവ് ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം ഫിൽറ്ററിൽ ബ്ലറിൽ ഗോസിയൻ ബ്ലർ ഏതാണ്ട് ഒരു 25 റേഡിയസ് കൊടുത്തതിന് ശേഷം ഓക്കെ അമർത്തുക. കർവിൽ ആഡ് വെക്ടർ മാസ്ക് ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം ബ്രഷ് ടൂൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് കളർ ബ്ലാക്ക് ആണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം കൺപുരികം എന്നിവിടങ്ങളിലെ ഓവറായിട്ടുള്ള ബ്രൈറ്റ്നസ് നമുക്ക് ഇറേസ് ചെയ്യാവുന്നതാണ്. ലിപ്പിലെ ബ്രൈറ്റ്നസ് നമുക്ക് ഇറേസ് ചെയ്യാവുന്നതാണ്. എത്രയേറെ ടൈം എടുക്കുന്നു അത്രയ്ക്കും പെർഫെക്ഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ഇതുപോലെ സ്കിന്ന് വരുന്ന എല്ലാ ഭാഗവും നമുക്ക് റീടച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഒപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ട്യൂട്ടോറിയൽ ആവശ്യമുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക.